നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരിയും തന്നെ പലപ്പോഴും പത്രത്തിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ കാണുമ്പോൾ പലർക്കുമുള്ള വിഷമമാണ്, എന്തുകൊണ്ട് ഞാൻ നഴ്സിംഗ് നേരത്തെ പഠിച്ചില്ല, ബാച്ചിലേഴ്സ് നഴ്സിംഗ് പഠിക്കാമായിരുന്നു എന്നൊക്കെ. അപ്പോൾ വേറെ കോഴ്സ് പഠിച്ചിരിക്കുന്ന ഒരാൾക്ക് നഴ്സിംഗ് പഠിക്കാനായിട്ട് പറ്റുമോ? അതായത് ഞാൻ BSc ഒപ്റ്റോമെട്രി കഴിഞ്ഞ ഒരാളാണ്, അല്ലെങ്കിൽ ഫിസിയോതെറപ്പി കഴിഞ്ഞ ഒരാളാണ്, അല്ലെങ്കിൽ ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് കോഴ്സ് കഴിഞ്ഞ ഒരാളാണ്, നഴ്സിംഗ് പഠിക്കാനായിട്ട് പറ്റുമോ ഇനി? അപ്പോൾ ഇങ്ങനെ ഏതൊരു കോഴ്സ് കഴിഞ്ഞ ഒരാൾക്കും മാസ്റ്റേഴ്സ് നഴ്സിംഗ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ UK അവൈലബിൾ ഉണ്ട്. അതായത് നിങ്ങൾ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിട്ടേ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാം. മാസ്റ്റേഴ്സ് നഴ്സിംഗ് ആണ് പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മാസ്റ്റേഴ്സ് നഴ്സിംഗ് പ്രോഗ്രാം വരുന്നത് 2 ഇയേഴ്സിൻ്റെ കോഴ്സായിട്ടാണ്. ഈ 2 ഇയേഴ്സ് പ്രോഗ്രാം കഴിഞ്ഞതിനോടൊപ്പം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ, അതായത് UK ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സാധാരണ രീതിയിൽ ഇന്ത്യയിൽ നഴ്സിംഗ് പഠിച്ചിട്ട് അവിടെ UK പോകുന്ന ഒരാൾക്ക് അവർക്ക് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റ്, അത് IELTS അല്ലെങ്കിൽ OET വേണം. അത് കഴിഞ്ഞിട്ടൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരാളവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോൾ നഴ്സിംഗ് പഠിച്ചിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുപോലെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ മാസ്റ്റേഴ്സ് നഴ്സിംഗ് പ്രോഗ്രാം വഴി നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു പരീക്ഷ എക്സ്ട്രാ ആയിട്ട് ഒന്നും എഴുതാതെ തന്നെ, അതായത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റോ വേറെ പ്രാക്ടിക്കൽ എക്സാമോ ഒന്നും തന്നെ ഇല്ലാതെ ഡയറക്റ്റ് രജിസ്റ്റേർഡ് നേഴ്സ് ആവാനുള്ള ഒരു ഓപ്ഷനാണ് ഈ മാസ്റ്റേഴ്സ് നഴ്സിംഗ് വഴി നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോഴാർക്കൊക്കെയാണ് ഈ കോഴ്സിന് പോകാനായിട്ട് പറ്റുക? ബാച്ചിലേഴ്സ് ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ്, ബാച്ചിലേഴ്സ് ഇൻ ഒപ്റ്റോമെട്രി, ബാച്ചിലേഴ്സ് ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, റേഡിയോളജി, BSc ഫോറൻസിക് സയൻസ് ഒക്കെയും കഴിഞ്ഞ ഒരാൾക്ക് ഈ ഒരു കോഴ്സിനൊക്കെയും പോകാം. ഇതുകൂടാതെ ബാക്കിയുള്ള കോഴ്സസും അവർ കൺസിഡർ ചെയ്യാൻ സാധ്യതയുണ്ട്. ബട്ട് അവർ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക ഒരു അനാറ്റമി, ഫിസിയോളജി, ബേസിക്കായിട്ട് ഒരു ബോഡിയെ പറ്റിയൊക്കെ പഠിച്ചിട്ടുള്ള ഒരാൾക്കാണ് അവർ കൂടുതൽ കൺസിഡറേഷൻ തരിക. ബട്ട് ദെൻ അവരുടെ വെബ്സൈറ്റിൽ പറയുന്നിരിക്കുന്നത് ഏത് ബാച്ചിലേഴ്സ് കഴിഞ്ഞ ഒരാൾക്കും ഇത് പോസിബിൾ ആണ് എന്നാണ്. യൂണിവേഴ്സിറ്റീസ് നിങ്ങളുടെ കോഴ്സ്, അതായത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിലയിരുത്തിയിട്ടാണ് നിങ്ങൾക്ക് നഴ്സിംഗ് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവർ അറിയിച്ചിരിക്കും. ടീസൈഡ് യൂണിവേഴ്സിറ്റി, മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഡെർബി, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഈ ഒരു കോഴ്സ് കൊടുക്കുന്നത്. അവർ പ്രധാനമായിട്ട് നോക്കുന്നത് IELTSൻ്റെ റിക്വയർമെൻ്റ് ആണ്. മോസ്റ്റ്ലി അവർ IELTS റിക്വയർമെൻറ്റ് ഇൻഡിവിജ്വൽ 7 ആണ് പലപ്പോഴും ചോദിക്കുന്നത്. ചില യൂണിവേഴ്സിറ്റീസ് മാത്രമാണ് ഓവറോൾ 6.5 കൺസിഡർ ചെയ്യുന്നത്. സോ IELTS മെയിൻ റിക്വയർമെൻറ്റോടു കൂടെ നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റീസിലേക്ക് മാസ്റ്റേഴ്സ് ഓഫ് നഴ്സിംഗ് ആപ്ലിക്കേഷൻ ചെയ്യാം. സോ നഴ്സിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് നഴ്സിംഗ് ജോബിലേക്ക് കയറാം. നഴ്സിംഗ് ജോബ്സ് ഒത്തിരി വേക്കൻസീസ് അറ്റ് പ്രസൻറ്റ് NHSലും അവൈലബിൾ ആണ്. NHS എന്ന UK പറയുന്നത് നാട്ടിലൊരു ഗവൺമെൻറ് ജോലി കിട്ടുന്നതിന് വളരെ തുല്യമാണ്. സോ അങ്ങനെയുള്ള ഓപ്ഷൻസാണ് നിങ്ങൾക്ക് UK കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ NHS ജോബ്സിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് മാസ്റ്റേഴ്സ് നഴ്സിംഗ് വഴി ഓപ്പണായി വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഷെറിൻ ആണ് നമ്മുടെ കൗൺസിലറായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഷെറിനെ കോൺടാക്റ്റ് ചെയ്ത് ഈ ഒരു ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. അക്കാഡമിക്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ഫീസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. MedCity International Academy. Trusted hands forever.